ശ്രീ കോന്നി ഗോപകുമാർ, നമുക്ക് കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. അവിടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറാൻ തയ്യാറാകുകയാണ്. പകരം വരുന്നത് DK ശിവകുമാറാണ്. ശിവകുമാറിലേക്ക് തന്നെ പോകുമോ അതോ മറ്റു ചിലരും ഇതിന് അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പദവി മാറിക്കൊടുക്കണമെന്നുള്ളത് ഒരു കരാർ കൂടിയായിരുന്നു. ഒരു പകുതി നാളുകളാകുമ്പോഴേക്ക് അതിനകത്ത് മാറ്റം വരുത്തണം എന്നാണ് കോൺഗ്രസ് നേരത്തെ തീർച്ചപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അത് മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. അത് നമ്മൾ പറഞ്ഞു കേട്ടത്, സിദ്ധരാമയ്യ കർണാടകത്തിലെ മുഖ്യമന്ത്രിയായപ്പോഴേ DK ശിവകുമാറും ക്ലെയിം ഉന്നയിച്ചു തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈക്കമാൻഡ് ഇവരെ വിളിച്ച് വരുത്തി, ഡൽഹി വിളിച്ച് വരുത്തി. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അല്ല, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർ വിളിച്ച് വരുത്തി ഇവർ തമ്മിലൊരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് 2.5 വർഷം സിദ്ധരാമയ്യയും 2.5 വർഷം ശിവകുമാറും ആകട്ടെ എന്നൊരു അനൗപചാരികമായ ധാരണ. ഇവരാണല്ലോ വിജയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. അപ്പോൾ അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് സിദ്ധരാമയ്യയോട് ചോദിച്ചപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞ് അങ്ങനെയൊന്നും എഗ്രിമെൻ്റ് ഒന്നുമില്ല, ഞാൻ 5 കൊല്ലം മുഖ്യമന്ത്രി തന്നെയാണ്, ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യയുടെ പ്രധാന പ്രതിയോഗി BJP അല്ല, ശിവകുമാറാണ്. ശിവകുമാർ നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നത് സിദ്ധരാമയ്യയാണ്, സിദ്ധരാമയ്യ നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നത് ശിവകുമാറുമാണ്. ഇപ്പോൾ ഇവിടിപ്പോഴേ സിദ്ധരാമയ്യ ഒഴിഞ്ഞ് ശിവകുമാർ വരട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ സിദ്ധരാമയ്യയുടെ അധികാരത്തോടുള്ള വിരക്തിയോ ത്യാഗസന്നദ്ധതയൊന്നുമല്ല. സിദ്ധരാമയ്യയുടെ ഒരു അഴിമതി വളരെ ഗൗരവമായിട്ട് അവിടെ പിന്നെ ലോകായുക്തയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. കേസുമായിട്ട് BJP അതിൻ്റെ കൂടെ ഉണ്ട്. അതായത് വളരെ വില കുഴിപ്പുള്ള, വളരെയധികം മൂല്യമുള്ള ബാംഗ്ലൂർ പട്ടണത്തിനടുത്ത് ആണെന്ന് എൻ്റെ ഓർമ്മ, കുറച്ച് സ്ഥലം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ അദ്ദേഹം വാങ്ങിച്ചു, സിദ്ധരാമയ്യ. ആ സ്ഥലം വില കുറച്ച് കാണിച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ വസ്തു ഇടപാട് വ്യക്തമായ രേഖകളോടെ അഴിമതി ആരോപണമായിട്ട് അവിടെ നിൽക്കുകയാണ്. അഴിമതി ആരോപണത്തിലെ ഒരു നെഗറ്റീവ് വിധി വന്നാൽ, ലോകായുക്തയുടെ ഒരു വിധി വന്നാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ യെദ്യൂരപ്പൻ രാജിവെച്ചത്, രാജിവെക്കേണ്ടി വരും. അപ്പോൾ ആ രാജി ഏതാണ്ട് വിധി തനിക്കെതിരാണെന്ന് സിദ്ധരാമയ്യയ്ക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ത്യാഗം ചെയ്തേക്കാം, എന്തായാലും ഒഴിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന മുഖ്യമന്ത്രി ശിവകുമാർ വല്ല സഹായവും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഒരു സ്ഥാനത്യാഗത്തിന് തയ്യാറാകാൻ സിദ്ധരാമയ്യ തയ്യാറെടുക്കുന്നു എന്നാണ് എൻ്റെ കണക്കൂട്ടിൽ. അതല്ലാതെ ഒരു കോൺഗ്രസ്സുകാരനും മനസ്സറിഞ്ഞ് വേറൊരു കോൺഗ്രസ്സുകാരനെ അധികാരം ഏൽപ്പിച്ച ചരിത്രം ഇന്ത്യ ചരിത്രത്തിൽ 47 തൊട്ട് ഇന്ന് വരെ നോക്കിയാൽ കോൺഗ്രസ്സുകാരുടെ കൾച്ചർ അതാണ്. നെഹ്റു തന്നെ പ്രധാനമന്ത്രിയായത് എങ്ങനെയാണ്? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരൊറ്റൊരാൾ നെഹ്റുവിൻ്റെ പേര് പറഞ്ഞില്ല, ഒറ്റൊരാൾ നെഹ്റുവിൻ്റെ പേര് പറഞ്ഞില്ല. ഗാന്ധിയുടെ ശാഠ്യത്തിന് മുന്നിൽ കോൺഗ്രസ് വഴങ്ങുകയായിരുന്നു. ഒരാൾ പോലും പേര് പറഞ്ഞില്ലെങ്കിലും നെഹ്റു തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആകണമെന്ന് ഗാന്ധി ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അത് പറ്റില്ലെന്ന് സർദാർ പട്ടേലിന് പറയാമായിരുന്നു. പക്ഷേ ഗാന്ധിജിയോടുള്ള ഭയങ്കരമായ ബഹുമാനം കൊണ്ട് അത് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയിൽ കോൺഗ്രസ്സുകാരെ അർപ്പിച്ച വിശ്വാസം ഗാന്ധി നെഹ്റുവിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തിയെന്നാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. ഗാന്ധി ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ ഗാന്ധി പലപ്പോഴും വിമർശന വിധേയനാകേണ്ട ആൾ തന്നെയാണ്, പൊളിറ്റിക്കൽ ലീഡർ. പക്ഷേ രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിൽ ഗാന്ധി തീർച്ചയായിട്ടും ആ സ്ഥാനം അർഹിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് തൊട്ട് കോൺഗ്രസിനകത്ത് ഈ സ്വാർത്ഥതയുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ ഒതുക്കിയതാരാണ്? നെഹ്റുവിന് വേണ്ടി മഹാത്മാഗാന്ധിയുടെ പിന്നെ പ്ലാനാണ്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട്, AICC പ്രസിഡൻ്റായിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഗാന്ധി വേറെ സ്ഥാനാർത്ഥി നിർത്തി, അദ്ദേഹത്തിൻ്റെ പേര് പട്ടാഭി സീതാരാമയ്യയാണെന്ന്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഇത് പട്ടാഭി മത്സരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ മത്സരിക്കുന്നത് ഗാന്ധിയാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് അവിടെ മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ പട്ടാഭി സീതാരാമയ്യ തോറ്റുപോയി, സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. അപ്പം മനസ്സിലായി, സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ വളർന്നു വന്നാൽ നെഹ്റുവിന് വലിയൊരു വെല്ലുവിളിയാണ്. ഒന്നാമത്തെ കാര്യം, ബോസ് ബംഗാളിയാണ്, വലിയ പ്രഭാഷകനാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ICS വേണ്ടെന്ന് വെച്ച ആളാണ്. നെഹ്റുവിന് ICS വല്ലതും കിട്ടിയായിരുന്നെങ്കിൽ ഇന്ത്യയിൽ നെഹ്റു എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ലീഡർ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. മോട്ടിലാൽ നെഹ്റു അതിനങ്ങ് പറഞ്ഞു വിട്ടേനെയായിരുന്നു. അപ്പോൾ മോട്ടിലാലിൻ്റെ പണത്തിലും നെഹ്റുവിൻ്റെ ഒരു സൗന്ദര്യത്തിലും നെഹ്റുവിൻ്റെ ഒരു പബ്ലിക് റിലേഷനിലും, അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടല്ലോ, അതിൽ ആണ് നെഹ്റു പിടിച്ചു നിന്നത്. പിന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു രാജ്യത്തെക്കുറിച്ച്. അതുകൊണ്ടാണല്ലോ ബക്രാന്നെങ്കിലും
പിന്നെ നാഗോറജൻ സ്രാഗറൊക്കെ വന്നത്, അത് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നെഹ്റുവിന് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു സ്വാധീനം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഗാന്ധിയുടെ തണലിൽ, ഗാന്ധിയുടെ പ്രൊട്ടക്ഷനിൽ കൊണ്ട് നടന്ന ഒരാൾ മാത്രമാണ് നെഹ്റു. ഗാന്ധിയിലേക്ക് പിന്നെ നെഹ്റു ഇല്ലാത്തൊരു സ്ഥിതി വന്നു. അതുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസിനെ ഒതുക്കി. ഭഗത് സിംഗിനോട് മഹാത്മാഗാന്ധി ഒരു കാരുണ്യവും കാണിച്ചില്ല. ഭഗത് സിംഗിനോട് മുഹമ്മദ് അലി ജിന്ന, എല്ലാവരും മുഹമ്മദ് അലി ജിന്നയെ ചീത്ത വിളിക്കും, അങ്ങനെ വലിയ മതമൗലികവാദിയാണ്. മുഹമ്മദ് അലി ജിന്ന ഇത്തിസ്റ്റായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം പന്നിമാംസം കഴിക്കുന്നതിനായിരുന്നു, പുകവലിക്കും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം വളരെ സെക്കുലറായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ചരിത്ര പുസ്തകം മുഹമ്മദ് അലി ജിന്നയെക്കുറിച്ച് എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യയുടെ വിഭജനത്തിന് കാരണക്കാരൻ ഒരാൾ ജിന്നയാണ്. ജിന്ന മാത്രമല്ലായിരുന്നു ഇന്ത്യ ഉപയോഗിച്ചത്, നെഹ്റുവിനും തുല്യ പങ്കുണ്ടായിരുന്നു. പക്ഷേ അത് ചരിത്രം സംസ്കരിച്ചൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രം വായിച്ചാൽ ജിന്നയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതിരുന്നത് ഗാന്ധിജിയാണ്. അദ്ദേഹം ജിന്നയെ അവഗണിച്ചിട്ട് അലി ബ്രദേഴ്സിനെ എടുത്തു. അലി ബ്രദേഴ്സിനെ എടുത്തപ്പോൾ, അലി സഹോദരന്മാരെ എടുത്തപ്പോൾ അവർ കടുത്ത മതമൗലികവാദികളാണ്. അവരുടെ മതമൗലികവാദ നിലപാടുകളോട് ജിന്നയ്ക്ക് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ, കോൺഗ്രസിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ മതമൗലികവാദ നിലപാട് സ്വീകരിച്ചേ മതിയാവൂ എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ജിന്ന അതിന് പോയത്. പക്ഷേ ചരിത്രം അങ്ങനെ അല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം അതാണ്. സ്വാർത്ഥമതികളായ ഒരുപറ്റം ആളുകളാണ് അന്ന് തൊട്ടേ കോൺഗ്രസിനെ കൊണ്ട്. എല്ലാ പാർട്ടിയിലും സ്വാർത്ഥമതികൾ വരുമായിരിക്കും, പക്ഷേ ജനാധിപത്യ ബോധം പോലും ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യാനും അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കർണാടകത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ സൗത്ത് ഇന്ത്യയിലെ ഏക പ്രതീക്ഷ കർണാടകമാണ്. പക്ഷേ ആ കർണാടകത്തിൽ ഇപ്പോൾ ബി ജെ പി നിശബ്ദമാണ്. ബി ജെ പി നിശബ്ദം എന്ന് പറഞ്ഞാൽ എൻ്റെ കേരളത്തിലെ സ്റ്റൈലാണ് കർണാടക ബി ജെ പിയും. അവർ വളരെ സ്വാർത്ഥമതികളായ ആളുകളാണ്. യെദ്യൂരപ്പയെ തകർക്കാനായിരുന്നല്ലോ ബി എൽ സന്തോഷിൻ്റെ ശ്രമം. അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുള്ളായിരുന്നു. യെദ്യൂരപ്പയെ തകർത്ത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനാണ് ബി എൽ സന്തോഷ് ശ്രമിച്ചത്. ഈ മനോഹർലാൽ ഖട്ടർ സംഘപ്രവർത്തകനല്ലേ, അദ്ദേഹം പിന്നെ ഹരിയാന മുഖ്യമന്ത്രിയായാൽ സംഘത്തിൻ്റെ ആളായ തനിക്ക് എന്തുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി ആയിക്കൂടാ എന്ന് ബി എൽ സന്തോഷ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിന് അദ്ദേഹം ഉപയോഗിച്ച മാർഗം യെദ്യൂരപ്പയെ തകർക്കുകയായിരുന്നു. യെദ്യൂരപ്പയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ തകർന്നത് ബി ജെ പിയാണ്. അവിടുത്തെ ഭരണവും പോയി. അപ്പം കോൺഗ്രസിൻ്റെ നിയന്ത്രണവും സ്വാർത്ഥമതികള ആളുകളുടെ കയ്യിലാണ്. അതിനേക്കാൾ സ്വാർത്ഥമതികളായ ആളുകളാണ് ബി ജെ പിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കർണാടകത്തിലെ പൊളിറ്റിക്സ് നോക്കിയാലൊന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ 2023 ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് ഡി കെ ശിവകുമാറിൻ്റെ പണമാണ്. ഡി കെ ശിവകുമാറിൻ്റെ പണം 2024 കേരളത്തിലെ പാർലമെൻറ്റ് ഇലക്ഷൻ ഇവിടെ വന്നു. ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക്, ആലപ്പുഴ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വലിയ തുക കൊടുത്ത് ശിവകുമാർ സഹായിച്ചു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സമ്പന്നനായ ശിവകുമാറിൻ്റെ സമ്പത്തിലാണ് യഥാർത്ഥത്തിൽ കർണാടകത്തിൽ കോൺഗ്രസ് പിടിച്ചു നിന്നത്. അപ്പോൾ സിദ്ധരാമയ്യ അദ്ദേഹം വളരെ പോപ്പുലറാണ്, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്, പോപ്പുലറാണ്. തൻ്റെ പോപ്പുലാരിറ്റിയിൽ പിടിച്ചു നിൽക്കാനാണ് സിദ്ധരാമയ്യ ശ്രമിച്ചത്. പക്ഷേ ശിവകുമാറിന് വോക്കലിംഗ സമുദായക്കാരുടെ, യെദ്യൂരപ്പ ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഇദ്ദേഹം വോക്കലിംഗ സമുദായത്തിൽപ്പെട്ട ആളാണ്. ശരിക്കും കർണാടക പൊളിറ്റിക്സ് വോക്കലിംഗരും പിന്നെ അതുപോലെ തന്നെ ലിംഗായത്തും തമ്മിലുള്ളൊരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പിന്നെ വോക്കലിംഗക്കാരനാണ് ഈ ശിവകുമാർ. കുറേ സന്യാസിമാർ ശിവകുമാറിൻ്റെ കൂടെയുണ്ട്. അപ്പം അത്ര പ്രബലമായൊരു സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്. പിന്നെ ഇഷ്ടംപോലെ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ശിവകുമാർ പിടിച്ചു വരാനാണ് സുമാർ ശ്രമിച്ചെങ്കിലും സിദ്ധരാമയ്യയെ ഒഴിവാക്കിയാൽ പിന്നോക്ക വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന് കോൺഗ്രസ്സിന് ഒരു ഹൈക്കമാൻഡാണ് രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അവർക്കൊക്കെ ഒരു ആശങ്കയുള്ള സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യ ഇരിക്കട്ടെ. കാരണം പ്രായത്തിൽ മൂത്തത് സിദ്ധരാമയ്യാണ്. അദ്ദേഹം ഇരുന്നുകൊണ്ട് ശിവകുമാറിന് പിന്നെ വരാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ സിദ്ധരാമയ്യ ഇപ്പോഴേ കേസ് വന്നു കഴിയുമ്പോൾ ഒഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അങ്ങനെ വരുന്നത്. പക്ഷേ എന്തായാലും ശരി, വേറെ ഒരു PWD മിനിസ്റ്ററുണ്ട്, ഒരു സതീഷ് ജാർക്കിഹോളിയും ഇതിനു വേണ്ടി സതീഷ് ജാർക്കിഹോളിയും ഇതിനു വേണ്ടി അവകാശവാദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ സ്വാഭാവികമായും സിദ്ധരാമയ്യയുടെ കൈകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കർണാടക പൊളിറ്റിക്സ് കൂടുതൽ സിദ്ധരാമയ്യ ഒഴിഞ്ഞു കഴിഞ്ഞാൽ, സിദ്ധരാമയ്യ ഒഴിയേണ്ടി വരുന്നുണ്ടോ എന്ന് മാത്രമല്ല കേസിൽ പ്രതിയാകുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തുകൂടെ കഴിഞ്ഞാൽ സിദ്ധരാമയ്യയുടെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. പിന്നെ സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നേടാൻ കഴിയാത്തത് നേടി ശിവകുമാർ പോകുന്നത് തടയാൻ സിദ്ധരാമയ്യ സ്വാഭാവികമായിട്ട് ശ്രമിക്കും. പിന്നെ ജാതി മത സമവാക്യങ്ങൾ വല്ലാതെ കുഴച്ചു മറിച്ച ഒരു സംസ്ഥാനമാണ് ഈ കർണാടകം. അപ്പോൾ അവിടെ
ശിവകുമാറിൻ്റെ മുഖ്യമന്ത്രിയായാലും അദ്ദേഹത്തിനെ സുഗമമായി പ്രവർത്തിക്കാൻ ഒരുപക്ഷെ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സതീഷ് ജാർക്കിഹോളി, അവിടുത്തെ PWD മന്ത്രിയാണല്ലോ, അദ്ദേഹവും മുഖ്യമന്ത്രി പദത്തിലേക്ക് ക്ലെയിം ചെയ്തത്. മുഖ്യമന്ത്രി പദത്തിലേക്ക് ക്ലെയിം ചെയ്യത്തക്ക വിധത്തിലൊരു സീനിയർ ലീഡർ അല്ലല്ലോ അദ്ദേഹം. അദ്ദേഹം ഇതുവരെ ഈ ലൈം ലൈറ്റിൽ ഇല്ലാത്തിരുന്ന ഒരാളാണ്. പെട്ടെന്ന് എങ്ങനെയാണ് വന്നത്? ഇദ്ദേഹത്തെ പെട്ടെന്ന് മുന്നേ കൊണ്ടുവന്നതിൻ്റെ പിന്നിലാരാണ്? അപ്പോൾ അതിനകത്തൊക്കെ ചില വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ടാകും. എന്തായാലും ശിവകുമാറിന് അമരീന്ദർ സിംഗിൻ്റെ ഗതി വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം പഞ്ചാബിലെ വളരെ നന്നായിട്ട് പഞ്ചാബിലെ ഗവൺമെൻറ്റിനെ, കോൺഗ്രസിനെ കൊണ്ടുപോയ ഒരാളാണ് അമരീന്ദർ സിംഗ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ, പക്ഷേ അമരീന്ദർ സിംഗ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗാണ്, ഇന്ത്യൻ മിലിറ്ററി ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം നല്ല ധീരനായ ഒരു പഞ്ചാബികൾ പൊതുവെ വലിയ ധീരന്മാരാണല്ലോ, പടയാളികളല്ലേ അവർ. അത് ഈ രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢിത്തത്തിന് നിന്ന് കൊടുക്കുന്ന ഒരാളല്ല. അപ്പോൾ പഞ്ചാബിലെ സ്ഥാനാർത്ഥികളെയും പഞ്ചാബിലെ പൊളിറ്റിക്സൊക്കെ ഞാൻ നോക്കിക്കോളാം. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിൻ്റെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ട് ചെല്ലാതിരുന്നാൽ മതി, ഞാൻ ജയിപ്പിച്ചോളാം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിനെ ഓർത്ത് ഇങ്ങോട്ട് വരരുത്, പഞ്ചാബിൽ എങ്ങനെയും കോൺഗ്രസിനെ ഞാൻ അധികാരത്തിലേറ്റാമെന്ന് പറഞ്ഞു. അത് രാഹുൽ ഗാന്ധി വിചാരിച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമോന് ചെന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ കോൺഗ്രസ് നിൽക്കുന്നത്? സോണിയാജി വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ കോൺഗ്രസ് നിൽക്കുന്നത്? അപ്പോൾ സോണിയാജിയും പിന്നെ മറ്റേ 2 ജിമാരും മക്കൾ ജിമാരൊന്നും വരണ്ടെന്നായിരുന്നു അമരീന്ദർ സിംഗിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ അമരീന്ദർ സിംഗിനെ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തൊന്ന് മാറ്റാൻ ഏക കാരണക്കാരൻ ഈ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് പഞ്ചാബ് കൈവിട്ട് പോയില്ലേ, അവിടെയല്ലേ ആം ആദ്മി പാർട്ടി പിടിച്ചു വന്നത്. എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് എന്ന് അനിഷ്ടം തോന്നുന്നു അന്ന് ശിവകുമാറിന് ബുദ്ധിമുട്ട് വരും. ശിവകുമാർ എന്ന ആത്മവിശ്വാസത്തോടുകൂടി നെഞ്ചുയർത്തി നിൽക്കുന്നു, അന്ന് തൊട്ട് ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് വരും. കാരണം ഈ രാഹുൽ ഗാന്ധി പറയുന്ന വിഡ്ഢിത്തത്തിന് കൂട്ടു നിൽക്കുന്ന ആളുകളെ, അല്ലാത്ത ആളുകളെയൊന്നും രാഹുൽ ഗാന്ധി എടുക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ എത്രയോ സീനിയർ നേതാക്കന്മാരുണ്ട്, അവരെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിനെ എടുത്തത്, പിന്നെ വേണുഗോപാലിനെ എടുത്തത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വന്നപ്പോഴേ 2019 രാഹുൽ ഗാന്ധി സമർത്ഥനായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കേണ്ടത് ശശി തരൂരിനെയായിരുന്നു. എന്താ ശശി തരൂരിനെ പ്രതിപക്ഷ നേതാവാക്കാതിരുന്നത്? എന്തുകൊണ്ട് ശശി തരൂരിന് പാർലമെൻറ്റിൽ സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല? തന്നെക്കാട്ടി മിടുക്കൻ ഒരാൾ വളർന്നു വരാൻ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി അനുവദിക്കത്തില്ല. ആ കുഴപ്പം മനസ്സിലാക്കി കോൺഗ്രസിൽ നിന്ന് കാലേക്കുട്ടി രക്ഷപ്പെട്ട ഒരാളാണ് ജ്യോതിരാദിത്യ സിന്ധ്യ, നമ്മുടെ മാധവറാവു സിന്ധ്യയുടെ മകൻ. പോകാൻ വൈകി നിൽക്കുന്ന ഒരാളാണ് സച്ചിൻ പൈലറ്റ്. സ്വന്തം കളം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിക്ക് അറിയാൻ രാഹുൽ ഗാന്ധി ഒന്നും വേണ്ട. രാഹുൽ ഗാന്ധിക്ക് രേവന്ത് റെഡ്ഡി ഒരു പഴയ ABVP-കാരനാണ്. മാനസികമായിട്ട് രേവന്ത് റെഡ്ഡി BJP-കാരൻ തന്നെയാണ്. കോൺഗ്രസിൻ്റെ മത്സരിച്ചു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ നെഹ്റു കുടുംബത്തിൻ്റെ സ്വാർത്ഥത, അവരുടെ കാര്യസ്ഥന്മാരല്ലാത്ത ആളുകളെ ആരെയും അംഗീകരിക്കാത്തൊരു സ്വാർത്ഥത നിരന്തരമായി നെഹ്റു കുടുംബം വെച്ച് പുലർത്തുന്നുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വെച്ചുകൊണ്ട് വലിയ ഈഗോ ഉള്ള സ്ത്രീയാണ് ഈ സോണിയാഗാന്ധി. അപ്പം അത് എത്രമാത്രം DK ശിവകുമാറിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ശിവകുമാറിനെതിരെ, അതാണ് ഞാൻ പറഞ്ഞത്, അമരീന്ദർ സിംഗിനുണ്ടാകുന്ന വിധി ശിവകുമാർ നേരെ ചൊവ്വയെ ഭരിക്കാൻ നെഞ്ചുയർത്തി നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടാകാനുള്ള കാരണം അതാണ്. പക്ഷേ എന്തായാലും ശരി, സിദ്ധരാമയ്യ മാറി DK ശിവകുമാർ വരുന്നതുകൂടി കർണാടകത്തിലെ പ്രശ്നത്തിൻ്റെ ഒരധ്യായം അവസാനിച്ചിട്ട് മറ്റൊരു പ്രശ്നത്തിൻ്റെ പുതിയ അധ്യായത്തിന് തുടക്കമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.